ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് കാൾ യുങ്ങിന്റെ ഏറ്റവും നിഗൂഢവും ഒരുപക്ഷെ ഏറ്റവും ആഴമേറിയതുമായ ഒരു രചനയിലേക്കാണ്. മരിച്ചവരോടുള്ള 7 പ്രഭാഷണങ്ങൾ. ഇതൊരു സാധാരണ വിശകലനമല്ല. അസ്തിത്വത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ശക്തികളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു യാത്രയാണിത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങാം അല്ലേ? യുങ് നമ്മളെ ആദ്യം തന്നെ ഒരു ചോദ്യത്തിന് മുന്നിൽ നിർത്തുകയാണ്. എന്താണിത് അല്ലേ? ശൂന്യതയും പൂർണ്ണതയും ഒന്നാണെന്ന്. നമ്മുടെ സാധാരണ ലോജിക്കിന് ഇത് ചിലപ്പോൾ ദഹിച്ചെന്നു വരില്ല. പക്ഷേ ഈ ഒരു വിരോധാഭാസത്തിലാണ് നമ്മുടെ ഈ യാത്രയുടെ താക്കോലിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി വെച്ച യുക്തിക്കെല്ലാം അപ്പുറത്തുള്ള ഒരിടത്തു നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും തുടക്കം അതിനൊരു പേരുണ്ട്. യുങ് അതിനെ വിളിക്കുന്നത് പ്ലെറോമ എന്നാണ്. കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? എന്താണിത് എന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. പ്ലെറോമ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലമല്ല, മറിച്ചൊരവസ്ഥയാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അവിടെ വെളിച്ചവും ഇരുട്ടുമില്ല. കാരണം രണ്ടും വേറെ വേറെയല്ല, ഒന്നായി ലയിച്ചിരിക്കുകയാണ്. നന്മയും തിന്മയുമില്ല, കാരണം അവയെ വേർതിരിക്കാനേ സാധ്യമല്ല. എല്ലാ വിപരീതങ്ങളും എല്ലാം ഒന്നായി ചേർന്ന ഒരു സമ്പൂർണ്ണത. അതുകൊണ്ടുതന്നെ അതിന് പ്രത്യേകമായ ഒരു ഗുണവുമില്ല. ഇവിടെയാണ് ശരിക്കും കൺഫ്യൂഷൻ വരുന്നത്. പ്ലെറോമ ഒരേ സമയം പൂർണ്ണമാണ്, അതേസമയം ശൂന്യവുമാണ്. അത് നിലനിൽക്കുന്നുണ്ട്, പക്ഷേ നിലനിൽക്കുന്നില്ല എന്നും പറയാം. അതെങ്ങനെ ശരിയാകും? കാരണം എല്ലാ ഗുണങ്ങളും അതിലുള്ളതുകൊണ്ട് അതിന് മാത്രമായി ഒരു ഗുണവുമില്ല. ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ള പോലെ രണ്ടും ചേർന്നതാണ് ആ നാണയം. അതുപോലെയാണ് പ്ലെറോമയും. ഓക്കെ, അപ്പോൾ അതാണ് പ്ലെറോമ, ഒരു ഭേദവുമില്ലാത്ത എല്ലാം ഒന്നായ ഒരവസ്ഥ. ഇനി അവിടെ നിന്ന് നേരെ നമ്മുടെ ലോകത്തേക്ക് വരാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ലോകം, യുങ് അതിനെ ക്രിയേച്ചുറ എന്ന് വിളിക്കും. ഇതിൻ്റെ അടിസ്ഥാനം തന്നെ വേർതിരിവാണ്, അതായത് ഡിഫറൻഷിയേഷൻ. സിമ്പിളായി പറഞ്ഞാൽ ഒന്നിനെ മനസ്സിലാക്കാൻ അതിൻ്റെ വിപരീതം വേണം. ചൂട് എന്താണെന്നറിയണമെങ്കിൽ തണുപ്പറിയണം അല്ലേ? വെളിച്ചത്തിനൊരു വിലയുണ്ടാകണമെങ്കിൽ ഇരുട്ട് വേണം. ഈ വേർതിരിവുകളാണ് നമ്മുടെ റിയാലിറ്റി. അപ്പോൾ നോക്കൂ, ഈ വേർതിരിവ് എന്ന ഒരൊറ്റ ഐഡിയയിൽ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഉണ്ടാകുന്നത്. നന്മയും തിന്മയും, വെളിച്ചവും ഇരുട്ടും, ജീവിതവും മരണവും, ഊർജവും ദ്രവ്യവും. ഇങ്ങനെ നമ്മൾ കാണുന്ന അറിയുന്ന ഓരോ കാര്യവും അതിൻ്റെ വിപരീതവുമായി ചേർന്നാണ് നിലനിൽക്കുന്നത്. ഇവിടെയാണ് സംഭവം കുറച്ചുകൂടി സീരിയസ് ആവുന്നത്. ഒരു ജീവി എന്ന നിലയിൽ നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് തന്നെ ഈ വേർതിരിച്ചറിയാനുള്ള കഴിവാണ്. നമ്മൾ ആരാണ്, മറ്റുള്ളവരാരാണ്, എന്താണ് നല്ലത്, എന്താണ് ചീത്ത, ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നമ്മൾ തിരിച്ച് ആ ഒന്നായ ശൂന്യമായ പ്ലെറോമയിലേക്ക് അലിഞ്ഞു ചേരും. അപ്പോൾ ഇത് വെറുമൊരു ഫിലോസഫി അല്ല, നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. ഈ വേർതിരിവ് എന്ന വലിയൊരു സംഘർഷത്തിൽ നിന്ന് ആദ്യമുണ്ടാകുന്ന 2 ഭയങ്കര ശക്തികളുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ശക്തികൾ. അതോടൊപ്പം അവയ്ക്ക് മുകളിൽ നിൽക്കുന്ന മറ്റൊന്നിനെയും നമുക്ക് പരിചയപ്പെടാം. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്ലെറോമയിൽ നിന്ന് വേർപെട്ടു വന്ന ആദ്യത്തെ ഓപ്പോസിറ്റ്സാണ് ദൈവവും ചെകുത്താനും. ദൈവം എന്ന് പറയുന്നത് സൂര്യനെ പോലെയാണ്, പ്രകാശവും നന്മയുമെല്ലാം ചേർന്ന ഒരു പൂർണ്ണത. ചെകുത്താനോ അതിന് നേരെ വിപരീതം, ഇരുട്ടും തിന്മയും ശൂന്യതയുമെല്ലാം ചേർന്നൊന്ന്. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ദൈവവും ചെകുത്താനും, ഈ നന്മയും തിന്മയും, ഇവ രണ്ടിനും മുകളിൽ ഒരു ശക്തിയുണ്ടോ? ഇവ രണ്ടിനെയും ഒരുപോലെ കൺട്രോൾ ചെയ്യുന്ന ഒന്ന് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആ ശക്തിയുടെ പേരാണ് അബ്രാക്സാസ്. കേൾക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പേരൊക്കെയാണെന്ന് തോന്നും, പക്ഷെ അതല്ല. അബ്രാക്സാസ് ഒരു വ്യക്തിയല്ല, അതൊരു പ്രവർത്തനമാണ്, ഒരു ഫോഴ്സാണ്. യാഥാർത്ഥ്യത്തിലുള്ള ഒന്നിനും അതിനെ തടുക്കാനാവില്ല. ഇതൊന്ന് കേട്ടുനോക്കൂ. അബ്രാക്സാസ് ഒരേ സമയം സത്യവും അസത്യവും, നന്മയും തിന്മയും, വെളിച്ചവും ഇരുട്ടുമുണ്ടാക്കുന്നു. ശരിക്കും പീഡിപ്പിക്കുന്ന ഒരാശയമല്ലേ ഇത്? നമ്മൾ നല്ലതെന്നും ചീത്തയെന്നും കരുതുന്നതിനെല്ലാം അപ്പുറത്താണ് അബ്രാക്സാസ്. അത് ഒരേ സമയം സൃഷ്ടിക്കും, അതേ ശ്വാസത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അബ്രാക്സാസ് ഒരേ സമയം പുണ്യമായ വിവാഹവും പ്രണയത്തിന്റെ കൊലപാതകവുമാകുന്നത്. പകലിന്റെ ഏറ്റവും തിളക്കമുള്ള വെളിച്ചവും ഭ്രാന്തിന്റെ ആഴമേറിയ രാത്രിയുമാണത്. പാതാളത്തിലെ ഭീകരജീവിയും തവളകളുടെ അധിപനുമാണ്. ഈ വിപരീതങ്ങളെല്ലാം ചേർന്നതാണ് ആ ശക്തി. ഒരേ സമയം ഭയാനകവും അതേസമയം മനോഹരവും. ഓക്കെ, ഇത്രയും വലിയ പ്രപഞ്ച സങ്കല്പങ്ങളൊക്കെ നമ്മൾ കേട്ടു. പ്ലെറോമ, അബ്രാക്സാസ്, ഇതൊക്കെ കേട്ട തലകറങ്ങുന്നുണ്ടാവും. പക്ഷേ ഇതിലെല്ലാം നമുക്കെവിടെയാണ് സ്ഥാനം? ഒരു സാധാരണ മനുഷ്യന് ഈ വലിയ കളിയിൽ എന്ത് റോളാണുള്ളത്? അതാണ് അടുത്ത ചോദ്യം. യുങ്ങിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ പവർഫുള്ളുമാണ്. മനുഷ്യൻ ഒരു കവാടമാണ്. എങ്ങോട്ടുള്ള കവാടം? ഈ പുറമേയുള്ള ലോകത്ത് നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അതിവിശാലമായ മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള കവാടം. അതായത് ആത്യന്തികമായി ആ അബ്രാക്സസ് നമ്മൾ തന്നെയാണ്.
ഈ ഉദ്ധരണി ശ്രദ്ധിക്കൂ. സ്വന്തം ലോകത്തെ ജനിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന അബ്രാക്സസ് ആണ് മനുഷ്യൻ. നമ്മുടെ ഉള്ളിലുള്ള ആ നക്ഷത്രമാണ് നമ്മുടെ ദൈവവും ലക്ഷ്യവും. ഇതിനർത്ഥം നമ്മുടെ ഏറ്റവും വലിയ ശക്തി, നമ്മുടെ ദൈവം, നമ്മുടെ ലക്ഷ്യം ഇതൊന്നും പുറത്തല്ല, അതെല്ലാം നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിലെ നക്ഷത്രത്തെ കണ്ടെത്തലാണ് നമ്മുടെ ജീവിതയാത്ര. അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ യഥാർത്ഥ പ്രപഞ്ചം നമ്മുടെ ഉള്ളിലാണെങ്കിൽ, നമ്മുടെ യഥാർത്ഥ ദൈവം നമ്മൾ തന്നെയാണെങ്കിൽ, പിന്നെ ഈ കാണുന്ന പുറംലോകം എന്താണ്? വെറുമൊരു നിഴലോ അതോ മറ്റെന്തെങ്കിലുമോ? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്കിന്നത്തേക്ക് നിർത്താം.